ഒരു റണ്ണിങ് റേസ് 3 രീതിയിൽ ഓടാം. 90% പുതിയ റണ്ണേഴ്സും ഇതറിയാതെയാണ് റേസുകൾ ഓടുന്നത്. ആൻഡ് ഇത് മനസ്സിലാക്കിയാൽ നമ്മുടെ റേസ് പെർഫോമൻസും എൻജോയ്മെന്റും മാക്സിമം ആക്കാൻ പറ്റും. വെൽക്കം ടു ഡേ 14 ഓഫ് 30 റണ്ണിംഗ് ടിപ്സ്. ഇതിൽ ഒന്നാമത്തെ ടൈപ്പ് റേസ് പേസിംഗ് സ്ട്രാറ്റജിയാണ് പോസിറ്റീവ് സ്പ്ലിറ്റ്സ്. ഒരു റേസിന്റെ ഫസ്റ്റ് ഹാഫ് അതിന്റെ സെക്കൻഡ് ഹാഫിനെക്കാട്ടിലും ഫാസ്റ്റർ ആയിട്ട് ഓടുന്നതാണ് പോസിറ്റീവ് സ്പ്ലിറ്റ്സ്. ഓടി തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ അറിയാതെ തന്നെ ഡിഫോൾട്ട് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് പോസിറ്റീവ് സ്പ്ലിറ്റ്സ്. പക്ഷേ ഇത് എഫിഷ്യന്റേ അല്ല. ഫസ്റ്റ് ഹാഫ് നമ്മൾ പറ്റാവുന്ന സ്പീഡിന്റെ മാക്സിമം ഓടി സെക്കൻഡ് ഹാഫ് കരഞ്ഞു തീർക്കേണ്ടി വരും. ബയോളജിക്കലി പറയുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലാക്ടേറ്റ് ത്രെഷോൾഡ് ഹിറ്റ് ചെയ്യും, ലാക്ടേറ്റ് ബിൽഡപ്പ് തുടങ്ങും. ലാക്ടേറ്റ് ഇറങ്ങിപ്പോകാൻ ഒരു ലോങ്കർ റെസ്റ്റിംഗ് പീരീഡ് വേണം വൺസ് ബിൽറ്റപ്പ്. അതാണ് പോസിറ്റീവ് സ്പ്ലിറ്റിന്റെ പ്രശ്നം. രണ്ടാമത്തെ ടൈപ്പാണ് ഈവൻ സ്പ്ലിറ്റ്. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഓടാൻ എടുത്ത സമയം ഓൾമോസ്റ്റ് ഈക്വൽ. ഇതൊരു ന്യൂട്രൽ ആയിട്ടുള്ള ഐറ്റമാണ്, കുഴപ്പമില്ല. ഇതിൽ മൂന്നാമത്തെ ഐറ്റമാണ് പുലി, നെഗറ്റീവ് സ്പ്ലിറ്റ്. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിനെക്കാട്ടിലും ഫാസ്റ്റർ ആയിട്ട് ഓടുക. എല്ലാ വേൾഡ് ക്ലാസ് പ്രൊഫഷണൽ റണ്ണേഴ്സും എയിം ചെയ്യുന്നത് ഒരു സ്ലൈറ്റ് നെഗറ്റീവ് സ്പ്ലിറ്റ് ഹിറ്റ് ചെയ്യാനാണ് എല്ലാ റേസിലും. നെഗറ്റീവ് സ്പ്ലിറ്റിന്റെ ഒരു മെന്റൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഒന്ന് റേസ് തീരാൻ പോവാ, 10 കിലോമീറ്റർ ആണെങ്കിൽ ഇനി 4 കിലോമീറ്ററേ ബാക്കിയുള്ളൂ, അത്രയും കൂടി ഓടിയാൽ മതി. 2 ഫാസ്റ്റർ ആയിട്ട് സെക്കൻഡ് ഹാഫിൽ ഓടുമ്പോൾ നിങ്ങൾ ഒരുപാട് പേരെ ഓവർടേക്ക് ചെയ്യും. അതൊരു മെന്റൽ എഡ്ജ് വരും നിങ്ങൾക്ക്. ബയോളജിക്കലി ആ പോസിറ്റീവിന്റെ അത്രയും ലാക്ടേറ്റ് ബിൽഡപ്പ് ആയില്ല. അപ്പോൾ നിങ്ങൾക്ക് പുഷ് ചെയ്യാൻ ഉള്ളിൽ നിന്ന് കൂടുതൽ എനർജി കിട്ടും. അപ്പോൾ ഹാപ്പി റേസിംഗ് എവരിവൺ.